AC through resistor only, AC through inductor only, AC through capacitor only. ഈ 3 സബ് ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓരോന്നിലും നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്ക് AC ത്രൂ LCR സർക്യൂട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. AC ത്രൂ റെസിസ്റ്റർ ഓൺലി. നമ്മൾ ഇക്വേഷൻ കണ്ടെത്തി. കറൻറ്റിനുള്ള ഇക്വേഷനും EMFനുള്ള ഇക്വേഷനും. EMFനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടിയത്. E=E0 sin ωt. അതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ കറൻറ്റിനുള്ള ഇക്വേഷൻ കണ്ടെത്തി. I=I0 sin ωt എന്ന് തന്നെയാണ് കിട്ടിയത്. അതായത് ഒരു റെസിസ്റ്ററിൽ കൂടി നമ്മൾ AC കടത്തി വിടുമ്പോൾ അവിടെ ആ റെസിസ്റ്ററിൽ EMFും കറൻറ്റും ലീഡ് ചെയ്യുന്നില്ല, ലാഗ് ചെയ്യുന്നില്ല. രണ്ടുപേരും ഇൻ ഫേസ് ആണ്. അവർ തമ്മിലുള്ള ഫേസ് ആംഗിൾ 0 ആണ്. EMFും കറൻറ്റും ഇൻ ഫേസ് ആണ്. ആരും ലീഡ് ചെയ്യുന്നില്ല, ആരും ലാഗ് ചെയ്യുന്നില്ല. ഇക്വേഷൻ E=E0 sin ωt, I=I0 sin ωt. ഫേസ് ആംഗിൾ ഫൈ 0യുമാണ്. ഇനി നമ്മൾ അതേപോലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഒരു ഇൻഡക്ടറിൽ കൂടി കടത്തിവിട്ട് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ EMFനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ E=E0 sin ωt ആണ്. കറൻറ്റിന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ I=I0 sin ωt -π/2 ആണ്. രണ്ട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന്, രണ്ടുപേരും കറൻറ്റും EMFും ഇൻ ഫേസ് അല്ല, ഔട്ട് ഓഫ് ഫേസ് ആണ്. രണ്ടുപേരും ഒരേപോലെ അല്ല പോകുന്നത്. ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് ലാഗ് ചെയ്യുന്നത്? EMF ആണ് ലീഡ് ചെയ്യുന്നത്. കാരണം കറൻറ്റിൻ്റെ ഇക്വേഷനിൽ I=I0 sin ωt -π/2 ആണ് കിട്ടിയത്. ഇവർ തമ്മിലുള്ള ഫേസ് ആംഗിൾ π/2 ആണ്. EMFും കറൻറ്റും തമ്മിലുള്ള ഫേസ് ആംഗിൾ π/2 ആണ്. അതിൽ തന്നെ കറൻറ്റ് 90 ഡിഗ്രിക്ക് പുറകിലാണ്. EMFിനേക്കാൾ 90 ഡിഗ്രിക്ക് പുറകിലാണ് കറൻറ്റ്. EMF ലീഡ് ചെയ്യുന്നു, കറൻറ്റ് ലാഗ് ചെയ്യുന്നു 90 ഡിഗ്രിക്ക്. ഇനി ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് നമ്മളൊരു കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടി കടത്തിവിട്ട് കഴിഞ്ഞാൽ EMFനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ E=E0 sin ωt ആണ്. പക്ഷേ കറൻറ്റിനുള്ള ഇക്വേഷൻ I=I0 sin ωt +π/2 ആണ്. ഇവിടെയും നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, EMFും കറൻറ്റും ഔട്ട് ഓഫ് ഫേസ് ആണ്. രണ്ടാമത്തേത്, ഇവർ തമ്മിലുള്ള ഫേസ് ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ഒരു കേസിൽ കറൻറ്റിനുള്ള ഇക്വേഷൻ I=I0 sin ωt +π/2 ആയതുകൊണ്ട് കറൻറ്റ് ലീഡ് ചെയ്യുന്നു, EMF ലാഗ് ചെയ്യുന്നു. കറൻറ്റാണ് മുന്നിൽ പോകുന്നത്, EMF 90 ഡിഗ്രി പുറകിലാണ്. അതേപോലെ തന്നെ ഇൻഡക്ടറിൻ്റെ കേസിൽ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. X∗L XL = L ഒമേഗ. അതിൽ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയും L എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസുമാണ്. ഇതേപോലെ തന്നെ ഒരു കപ്പാസിറ്ററിനും റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. XC ആണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. XC = 1/C ഒമേഗ. അതിൽ C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസും ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയുമാണ്. ഇതേപോലെ തന്നെ റെസിസ്റ്ററിനും ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R. റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ Rഉം ഒരു ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസ് XL = L ഒമേഗയും ഒരു കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് XC = 1/C ഒമേഗയുമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 3 സബ് ടോപ്പിക്കുകളിൽ നിന്ന് കണ്ടെത്തിയതാണ്. AC ത്രൂ റെസിസ്റ്റർ ഓൺലി, AC ത്രൂ ഇൻഡക്ടർ ഓൺലി, AC ത്രൂ കപ്പാസിറ്റർ ഓൺലി. ഇനി നമ്മൾ ഈ 3 പേരെയും, ഇൻഡക്ടറിനെയും കപ്പാസിറ്ററിനെയും റെസിസ്റ്ററിനെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ സീരീസ് കണക്ഷനിൽ കൂടി നമ്മുടെ കയ്യിലുള്ള AC കറൻറ്റിനെ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ നമ്മൾ കടത്തിവിടാനായിട്ട് പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഫേസർ ഡയഗ്രം വരിക? അവർ തമ്മിലുള്ള ഫേസ് ആംഗിൾ, EMFും കറൻറ്റും തമ്മിലുള്ള ഫേസ് ആംഗിൾ എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു. നമ്മുടെ ടോപ്പിക് ഇതാണ്, AC ത്രൂ LCR സർക്യൂട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്. LCR, ഒരു ഇൻഡക്ടറുണ്ട്, ഒരു കപ്പാസിറ്ററുണ്ട്, ഒരു റെസിസ്റ്ററുണ്ട്. എല്ലാവരെയും, അതായത് ഈ 3 പേരെയും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്.
നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് സോഴ്സ് ഓഫ് ഇ എം എഫും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. E=E0 sin ωt എന്ന് പറയുന്ന ഇ എം എഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് ഇ എം എഫ് നമ്മളോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സോഴ്സ് ഓഫ് ഇ എം എഫിൽ നിന്ന്, ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സ് ഓഫ് ഇ എം എഫിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറണ്ടാണ് ക്യാപിറ്റൽ ഐ. ഈ ഐക്കുള്ള ഇക്വേഷൻ നമുക്ക് അറിയില്ല, പക്ഷേ കറണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് അറിയാം. ഈ 3 കമ്പോണൻസിൽ കൂടിയും, എല്ലിൽ കൂടിയും സിയിൽ കൂടിയും ആറിൽ കൂടിയും 3 പേരും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് 3 പേരിൽ കൂടിയും പോകുന്ന കറണ്ട് സെയിം ആണെന്നുള്ള കാര്യം ഓർക്കണം. 3 പേരും ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ്. ഇവിടെ E=E0 sin ωt എന്ന് പറയുന്ന ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ടാണ് ഐ. ഈ ഐ എന്ന് പറയുന്ന കറണ്ട് കോമൺ ആയിരിക്കും, കാരണം മറ്റുള്ള ബ്രാഞ്ചുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇൻഡക്ടറിൽ കൂടിയും കപ്പാസിറ്ററിൽ കൂടിയും റെസിസ്റ്ററിൽ കൂടിയും പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഫേസർ ഡയഗ്രം വരയ്ക്കണം. അതിനുള്ള മാർഗമാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനു മുമ്പായി ഓരോ കമ്പോണൻസിന് എക്രോസുമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കണ്ടെത്തണം. അതായത് ഇൻഡക്ടറിന് എക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കപ്പാസിറ്ററിന് എക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്ററിന് എക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. E=V0 sin ωt ഞാൻ ഇക്വേഷൻ 1 എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. എന്താണ് ശരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ്? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ ഓംസ് ലോ അനുസരിച്ച് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. 3 കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞിരിക്കുന്നു. ഒന്ന് VR, നമ്മുടെ റെസിസ്റ്ററിന് എക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു റെസിസ്റ്ററിൽ കൂടി പോകുന്ന കറണ്ട് I ഇൻറ്റു റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, അതായത് ക്യാപിറ്റൽ R. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്രോസ് ദ റെസിസ്റ്റർ VR ഈക്വൽ ടു റെസിസ്റ്ററിൽ കൂടി പോകുന്ന കറണ്ട് I ഇൻറ്റു റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് V ഈക്വൽ ടു IR. അത് നമ്മുടെ ഇക്വേഷൻ 2 ആണ്. ഇനി VL എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻഡക്ടറിന് എക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതാണ് നമ്മുടെ ഇൻഡക്ടർ. ഇൻഡക്ടറിന് എക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് VL ആണ്, ഈക്വൽ ടു ഇൻഡക്ടറിൽ കൂടി പോകുന്ന കറണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, റെസിസ്റ്ററിൽ കൂടിയും കപ്പാസിറ്ററിൽ കൂടിയും ഇൻഡക്ടറിൽ കൂടിയും ഒക്കെ പോകുന്ന കറണ്ട് സെയിം തന്നെയാണ്, കാരണം എല്ലാവരും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ VL ഈക്വൽ ടു ഇൻഡക്ടറിൽ കൂടി പോകുന്ന കറണ്ട് I ഇൻറ്റു ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, അത് XL ആണ്. സോ VL ഈക്വൽ ടു I ഇൻറ്റു XL വിച്ച് ഇസ് ഈക്വൽ ടു I ഇൻറ്റു XL എന്ന് പറയുന്നത് എഴുതാം, L ഒമേഗ എഴുതാം. അത് ഇക്വേഷൻ 3 ആണ്. ഇനി അടുത്തത് VC ആണ്. VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസാണ്. VC ഈക്വൽ ടു ആ VCയിൽ കൂടി പോകുന്ന കപ്പാസിറ്ററിൽ കൂടി പോകുന്ന കറണ്ട്, അതായത് I തന്നെയാണ്, ഇൻറ്റു കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, അത് XC ആണ്. അങ്ങനെയെങ്കിൽ VC ഈക്വൽ ടു I ഇൻറ്റു XC ആണ്. എക്സിക്ക് പകരം എന്ത് എഴുതാം? 1/C ഒമേഗ എഴുതാം. സോ I ഇൻറ്റു 1/C ഒമേഗ ആണ് നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് നമ്മുടെ ഇക്വേഷൻ 4 ആണ്. ഇനി VL ആണോ VC ആണോ വലുത്? അതൊരു ചോദ്യമാണ്. VL ആണോ VC ആണോ? ഇൻഡക്ടറിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ അതോ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ വലുത് എന്ന് കണ്ടെത്തണമെങ്കിൽ ദാ ഈ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ I ഇൻറ്റു L ഒമേഗയാണ് ഒരു പ്രൊഡക്റ്റ് ടേമാണ്, I ഇൻറ്റു L ഒമേഗ. ഇവിടെ I ഇൻറ്റു 1/C ഒമേഗയുമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഡിനോമിനേറ്റർ ഉള്ളത് കൊണ്ട് I ഇൻറ്റു C ഒമേഗ അല്ലെങ്കിൽ I ഇൻറ്റു 1/C ഒമേഗയാണ് VC. ഇവിടെ ഒരു ഒമേഗ, ഇവിടെ VL എന്ന് പറയുന്നത് ഒമേഗയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും, അതായത് ആംഗുലർ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ഈക്വൽ ടു 2πf ആണ്. അപ്പോൾ VL എന്ന് പറയുന്നത് ഒമേഗയ്ക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, നമ്മുടെ സാധാരണ ഫ്രീക്വൻസിക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇവിടെ VC എന്ന് പറയുന്നത് നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസിക്ക് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഒരേ ഫ്രീക്വൻസി ഉള്ള കറണ്ട് നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ, ഇൻഡക്ടറിൽ കൂടിയും കപ്പാസിറ്ററിൽ കൂടിയും ഒരേ ഫ്രീക്വൻസി ഉള്ള കറണ്ട് നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് VL, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് VC. ഒരു ഹൈ ഫ്രീക്വൻസി ഉള്ള ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് കടത്തിവിടുന്നതെങ്കിൽ ഒമേഗ അല്ലെങ്കിൽ നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ VC അവിടെ കുറയുകയും VL അവിടെ കൂടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. ശ്രദ്ധിക്കുക, നമ്മുടെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ അതല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു 2πf. VL എന്ന് പറയുന്നത് ഒമേഗയ്ക്ക്
അല്ലെങ്കിൽ 2πfന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. വി സി എന്ന് പറയുന്നത് ഒമേഗയ്ക്ക് അതുമല്ലെങ്കിൽ 2πfന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നമ്മളൊരു ഹൈ ഫ്രീക്വൻസി കറൻ്റാണ് കടത്തിവിടുന്നതെങ്കിൽ, അതായത് ഇൻഡക്ടറിൽ കൂടിയും കപ്പാസിറ്ററിൽ കൂടിയും റെസിസ്റ്ററിൽ കൂടിയും ഒക്കെ ഒരു ഹൈ ഫ്രീക്വൻസി കറൻ്റാണ് കടത്തിവിടുന്നതെങ്കിൽ ആ ഫ്രീക്വൻസി കൂടുന്തോറും വി എല്ലും കൂടും, ഫ്രീക്വൻസി കൂടുന്തോറും വി സി കുറയും. അങ്ങനെയെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് വി എൽ കൂടുതലും വി സി അവിടെ കുറവുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും അസ്യൂമിങ് ദാറ്റ് വി എൽ ഈസ് ഗ്രേറ്റർ ദാൻ വി സി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമുക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ഫേസർ ഡയഗ്രം വരയ്ക്കാൻ പോവുകയാണ്. അതിനായി ഞാൻ ഒരു വൈ പ്രൈം ആക്സിസ് എടുത്തിട്ടുണ്ട്, ഒരു എക്സ് ആക്സിസും എടുത്തിട്ടുണ്ട്, ഒരു ഒറിജിനും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇൻഡക്ടറിൽ കൂടിയും കപ്പാസിറ്ററിൽ കൂടിയും റെസിസ്റ്ററിൽ കൂടിയും ഒക്കെ പോകുന്ന കറൻറ്റ് സെയിമാണ്. ഇത്രയും നാൾ നമ്മൾ എന്താ ചെയ്തത്? ഇ എം എഫിനുള്ള ഒരു ഫേസർ ഡയഗ്രം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് വരച്ചു വയ്ക്കുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറൻറ്റിനുള്ള ഫേസർ നമ്മൾ വരയ്ക്കുകയുമാണ് ചെയ്തത്. നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ റെസിസ്റ്റർ ഓൺലി, ഇൻഡക്ടർ ഓൺലി, കപ്പാസിറ്റർ ഓൺലിയിലൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഒരു ഇ എം എഫിന് വരച്ചു വെച്ചു. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കറൻറ്റിൻ്റെ ഫേസർ വരച്ചു. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കറൻറ്റ് സെയിമാണ്, അതായത് ഇൻഡക്ടറിൽ കൂടിയും കപ്പാസിറ്ററിൽ കൂടിയും റെസിസ്റ്ററിൽ കൂടിയും ഒക്കെ പോകുന്ന കറൻറ്റ് സെയിമാണ്. അതുകൊണ്ട് കറൻറ്റിൻ്റെ ഫേസർ നമ്മൾ എക്സ് ആക്സിസിൽ ആദ്യമേ വരച്ചു വെക്കുകയാണ്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഒ എ ബി സി, ദെൻ ദിസ് ഈസ് ഡി. വിചാരിക്കുക ഒ ഡി എന്ന് പറയുന്നത്, ഒരല്പം കൺജസ്റ്റഡ് ആണ് ഫിഗർ എങ്കിൽ കൂടി ശ്രദ്ധിക്കുക, ഒ ഡി എന്ന് പറയുന്നതാണ് കറൻറ്റിൻ്റെ ഫേസർ. ഞാനൊരല്പം നീളം കുറച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് പണ്ടേ അറിയാവുന്നതാണ്, ഇ എം എഫിൻ്റെ ഫേസറിനേക്കാൾ ലെങ്ത് കുറവായിരിക്കും കറൻറ്റിൻ്റെ ഫേസർ, കാരണം കറൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് ചെറിയൊരു ഫേസറെ വരച്ചിട്ടുള്ളൂ. ഒ ഡി എന്ന് പറയുന്നത് കറൻറ്റിൻ്റെ ഫേസറാണെന്ന് വിചാരിക്കുക. ഐ ആർ, ഐ എൽ, ഐ സി, അതായത് ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്ററിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട്, ഐ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടറിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറണ്ട്, ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട്. എല്ലാ കറണ്ടും സെയിം ആണ്, കാരണം എല്ലാവരും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ 3 കറണ്ടിനും ഐ ആറിനും ഐ എല്ലിനും ഐ സിക്കും എല്ലാവർക്കും കൂടി ഒറ്റ ഫേസറെ വരച്ചിട്ടുള്ളൂ, അതാണ് ഒ ഡി. ഇനി ബാക്കിയുള്ള 3 ഫേസറുകൾ, അതായത് ഇനി 3 കറണ്ടുകൾക്ക് ഐ ആർ, ഐ എൽ, ഐ സി 3 കറണ്ടുകൾക്കും കൂടി ഞാൻ ഒരു ഫേസറെ വരച്ചിട്ടുള്ളൂ. പക്ഷേ 3 പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾക്കും വി ആർ, വി എൽ, വി സി, ഇതാണ് 3 തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ 3 പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾക്കും വേറെ വേറെ ഫേസർ വരയ്ക്കണം. കാരണം എല്ലാതും ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ വി ആറും വി എല്ലും വി സിയും ഒരേപോലെ ആയിരിക്കുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആക്സസിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഫേസർ വരയ്ക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ പലതരത്തിലുള്ള ഫേസറുകളായിട്ട് വരയ്ക്കേണ്ടി വരും. നോക്കാം നമുക്ക്. ഐ ആർ എന്ന് പറയുന്നത് റെസിസ്റ്ററിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറണ്ടാണ്. ആ കറണ്ടിൻ്റെ ഫേസറാണ് ഒ ഡി. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, ഒരു റെസിസ്റ്ററിൽ കൂടി കറൻറ്റും ഇ എം എഫും ഇൻ ഫേസ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഐ ആർ ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ആറിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫേസറും പോകുന്നുണ്ടാവുക. ഞാൻ ഐ ആർ, ഈ ഒ ഡി എന്ന് പറയുന്നത് ഐ ആറിനും ഐ സിക്കും ഐ എല്ലിനും കോമൺ ആയിട്ടുള്ള ഒറ്റ കറൻറ്റിൻ്റെ ഫേസറാണ്. നമ്മൾ ഐ ആറിനെ മാത്രം എടുക്കുന്നു, അതായത് റെസിസ്റ്ററിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട്. നമുക്കറിയാവുന്ന മുന്നേ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഒരു റെസിസ്റ്റർ ഓൺലി എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ഉണ്ടായിരുന്നു, എ സി ത്രൂ റെസിസ്റ്റർ ഓൺലി. അവിടെ നമ്മൾ കണ്ടെത്തിയ കാര്യം കറൻറ്റിൻ്റെ ഫേസറും ഇ എം എഫിൻ്റെ ഫേസറും ഒരേപോലെയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഐ ആർ ഒ ഡിയിൽ കൂടിയാണെങ്കിൽ അതേ ഡയറക്ഷനിൽ കൂടി തന്നെയായിരിക്കും എന്ത് പോവുക, വി ആറും പോവുക. ഇവിടെ ഒ എ എന്ന് പറയുന്നത് റെസിസ്റ്ററിൻ്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫേസറാണ്. ഒ ഡി എന്ന് പറയുന്നത് കറൻറ്റിൻ്റെ ഫേസറും ഒ എ എന്ന് പറയുന്നത് റെസിസ്റ്ററിന് അക്രോസുള്ള പൊട്ടൻഷ്യലിൻ്റെ ഫേസറുമാണ്. വി ആർ എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അതിനൊന്ന് ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്, റൗണ്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ആർ ഒ ഡി ആണെങ്കിൽ വി ആർ ഒ എ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തതായിട്ട് ഐ എൽ എടുക്കാം. ഐ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഇൻഡക്ടറിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഒരു കറണ്ടാണ് ഐ എൽ. ഇൻഡക്ടറിൻ്റെ കേസിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്?
EMF മുന്നിൽ പോകുന്നു, കറണ്ട് പിന്നിൽ വരുന്നു. ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയുമാണ്. അങ്ങനെയെങ്കിൽ IL OD ആണെങ്കിൽ അതിന് 90 ഡിഗ്രി മുന്നിലായിരിക്കും ആര് പോവുക? VL പോവുക. അതായത് എല്ലിന് ഇൻഡക്ടറിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫേസർ പോവുക. ഒരിക്കൽ കൂടി പറയാം, AC ത്രൂ ഇൻഡക്ടർ ഓൺലി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡക്ടർ AC ത്രൂ ഇൻഡക്ടർ ഓൺലി, അതിൽ പൊട്ടൻഷ്യലിൻ്റെ ഫേസറും കറൻറ്റിൻ്റെ ഫേസറും ഇൻ ഫേസ് അല്ല, ഔട്ട് ഓഫ് ഫേസ് ആണ്. അതായത് EMF 90 ഡിഗ്രിക്ക് മുന്നിൽ പോകുന്നു, അതായത് കറൻറ്റ് 90 ഡിഗ്രിക്ക് ലാഗ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഇപ്പോൾ EMF മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന് 90 ഡിഗ്രി പുറകിലായിരിക്കും ആര് വരുന്നുണ്ടാവുക? കറൻറ്റ് വരുന്നുണ്ടാവുക. കറൻറ്റിനുള്ള ഫേസ് നമ്മൾ ഓൾറെഡി അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. IL എന്ന് പറയുന്നത് OD എന്ന് പറയുന്നത് ILൻ്റെ ഫേസറാണ്. നേരത്തെ പറഞ്ഞു OD എന്ന് പറയുന്നത് IRന് ഉപയോഗിക്കാം, ILന് ഉപയോഗിക്കാം, ICക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് IL ആണ്. OD എന്ന് പറയുന്നത് ILൻ്റെയും കൂടിയും ഫേസറാണ്. അതിന് 90 ഡിഗ്രി മുന്നിലായിരിക്കും ആര് പോകുന്നുണ്ടാവുക? ഇൻഡക്ടറിനെ ക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫേസർ പോകുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാനിതിലെ OCAVL എന്ന് വിളിച്ചിരിക്കുന്നു, 90 ഡിഗ്രി മുന്നിൽ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി കപ്പാസിറ്ററിൻ്റെ എടുക്കുക. OD എന്ന് പറയുന്ന ഫേസർ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറൻറ്റിൻ്റെ ഫേസറും കൂടിയാണ്, അതായത് IC. രണ്ടാമത് കിടക്കുന്നതാണ് കപ്പാസിറ്റർ, അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റാണ് IC. ആ കറൻറ്റിൻ്റെ ഫേസർ OD ആണ്. AC ത്രൂ കപ്പാസിറ്റർ ഓൺലിയിൽ നമ്മൾ കണ്ടെത്തിയ കാര്യം എന്താണ്? ആ ഒരു ഫേസർ ഡയഗ്രം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ EMFൻ്റെയും കറൻറ്റിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും, അവിടെയും കപ്പാസിറ്റർ ഓൺലിയിലും കറൻറ്റും EMFും ഔട്ട് ഓഫ് ഫേസ് ആണ്. അവിടെ കറൻറ്റാണ് ലീഡ് ചെയ്യുന്നത്, EMF 90 ഡിഗ്രി പുറകിലാണ്. കറൻറ്റിനുള്ള ഫേസർ ഞാൻ OD ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് 90 ഡിഗ്രി പുറകിലായിരിക്കും ആര് വരിക? അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ അതല്ലെങ്കിൽ EMFൻ്റെ ഫേസർ വരിക. അതുകൊണ്ട് VC ഇപ്പോൾ O ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, നെക്സ്റ്റ് ഈസ് E എടുക്കാം. അപ്പോൾ OE എന്ന് പറയുന്നത് ആരുടെ ഫേസറാണ്? VCയുടെ ഫേസറാണ്. അതായത് കപ്പാസിറ്ററിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഫേസറാണ് VC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ മൊത്തം എത്ര ഫേസറുകളുണ്ട്? 6 എണ്ണമുണ്ട്. IR, IL, IC, 3 ഫേസറുകൾ. എല്ലാതും കറൻറ്റിൻ്റെ ഫേസറുകളാണ്. എല്ലാതും കൂടി ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, OD മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ എന്ന് മാത്രം. അതുകൂടാതെ VR ഉണ്ട്, VL ഉണ്ട്, അതുപോലെ തന്നെ VCയും ഉണ്ട്. ഇനി ഈ ഒരു ഡയഗ്രം നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു VL ഈസ് ഗ്രേറ്റർ ദാൻ VC എന്ന്. 2 ഫേസറുകൾ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സാണെന്ന് അറിയാം, അല്ലെങ്കിൽ വെക്ടേഴ്സ് ആണെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ എന്ത് പറയാൻ പറ്റും? VL മുകളിലേക്ക് പോകുന്നു, VC താഴേക്ക് പോകുന്നു. 2 പേരുടെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആയിരുന്നെങ്കിൽ അവർ ക്യാൻസൽ ചെയ്ത് പോയേനെ. കാരണം 2 വെക്ടറുകൾ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അതായത് VL മുകളിലേക്കും VC താഴേക്കും ക്യാൻസൽ ചെയ്ത് പോയേനെ. പക്ഷേ ഇവിടെ പോകില്ല, 2 പേരും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ല. ഓപ്പോസിറ്റ് ആണ്, പക്ഷേ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് അല്ല. VL വലുതാണ്, VC ചെറുതാണ്. 2 വെക്ടറുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ്. അങ്ങനെയെങ്കിൽ റിസൾട്ടൻ വെക്ടർ പോവുക വലിയ വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ്. അതായത് VLന് അക്രോസ് ആണ്, അല്ലെങ്കിൽ VLൻ്റെ അതേ ഡയറക്ഷനിലാണ് VLൻ്റെയും VCയുടെയും റിസൾട്ടൻറ്റ് വെക്ടർ പോവുക. ഇനി നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ, VLൻ്റെയും VCയുടെയും മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ 2 പേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്തു പോവില്ല. പക്ഷേ അവിടെ ഒരു ചെറിയൊരു കുറവ് വരും. എന്ത് ചെയ്യണം? ഹയർ വെക്ടറിൽ നിന്ന് ലോവർ വെക്ടറിനെ കുറയ്ക്കണം. VL മൈനസ് VC. ഇനി ഈ VL മൈനസ് VC എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. VLൻ്റെയും VCയുടെയും ഒരു റിസൾട്ടൻ വെക്ടറാണ് VL മൈനസ് VC. അവിടെ റിസൾട്ടൻ്റ് എടുക്കാൻ വളരെ എളുപ്പമാണ്, കാരണം 2 ഓപ്പോസിറ്റ് ആയതുകൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. വലിയ വെക്ടറിൽ നിന്ന് ചെറിയ വെക്ടറിനെ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി, VL മൈനസ് VC. ഇനി VL മൈനസ് VC എന്ന് പറയുന്നത് ഒരു വെക്ടറാണെന്ന് പറഞ്ഞു, റിസൾട്ടൻ വെക്ടറാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വലിയ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിൽ. വലുത് VL ആണ്. VLൻ്റെ ഡയറക്ഷനിലാണ് VL മൈനസ് VC പോവുക. ഓക്കെ, അതിൻ്റെ വെക്ടർ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതാണ് VL മൈനസ് VC. ഇപ്പോൾ ആദ്യം നമുക്ക് EMFന് എത്ര ഫേസർ ഉണ്ടായിരുന്നു? 3 എണ്ണം ഉണ്ടായിരുന്നു, VR, VL, VC. ഇപ്പോൾ നമുക്ക് എത്ര എണ്ണേ ഉള്ളൂ? 2 എണ്ണേ ഉള്ളൂ. ഒരെണ്ണം VL മൈനസ് VC നേരെ മുകളിലേക്ക്, ഒരെണ്ണം VR നേരെ X ആക്സിസിന് അലോങ് ആയിട്ട്. ഇനി ഒരു വെക്ടർ മുകളിലേക്കും ഒരു വെക്ടർ X ആക്സിസിൽ കൂടെയും. ഇവിടെ സുഖമായി നിങ്ങൾക്ക് പാരലലോഗ്രാം, ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കാം.
ഒരു വെക്ടർ മുകളിലേക്കും ഒരു വെക്ടർ റൈറ്റ് സൈഡിലേക്കും. രണ്ട് വെക്ടറുകൾ രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും. ഒരെണ്ണം മുകളിലേക്കും ഒരെണ്ണം റൈറ്റ് സൈഡിലേക്കുമാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് ഇതൊരു പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് അതിൻ്റെ ഡയഗണലായിരിക്കും. അങ്ങനെയെങ്കിൽ വി ആർ റൈറ്റ് സൈഡിലേക്ക് വി സി നേരെ മുകളിൽ വി എൽ മൈനസ് വി സി നേരെ മുകളിലേക്കുമാണെങ്കിലും അതിൻ്റെ റിസൾട്ടൻ്റ് വരിക എങ്ങോട്ടാണ്? ഇതാണ് ഒ ബി ആണ് ഇപ്പോഴുള്ള ആ 3 EMFൻ്റെ ഫേസറുകളുടെയും റിസൾട്ടൻ്റ്. ശ്രദ്ധിക്കുക, 3 EMF ഉണ്ടായിരുന്നു, 3 ഫേസേഴ്സ് ഉണ്ടായിരുന്നു. വി ആർ ഉണ്ടായിരുന്നു, വി എൽ ഉണ്ടായിരുന്നു, വി സി ഉണ്ടായിരുന്നു. വി എൽ മൈനസ് വി സി സബ്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ വി എല്ലിനെയും വി സിനെയും നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് വി എൽ മൈനസ് വി സി ആക്കി മാറ്റി. അതിൻ്റെ ഡയറക്ഷൻ നേരെ മുകളിലേക്കാണ്, വി ആർ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 എണ്ണേ ഉള്ളൂ. ഒരെണ്ണം വി എൽ മൈനസ് വി സി മുകളിലേക്കും ഒരെണ്ണം വി ആർ റൈറ്റ് സൈഡിലേക്കും. അത് ഞാൻ എന്ത് ചെയ്തു? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ച് രണ്ടിൻ്റെയും ഒരു റിസൾട്ടൻ്റ് കണ്ടെത്തി. അതായത് ഡയഗണൽ കൂടിയാണ് പോവുക. വി ആറിൻ്റെയും വി എൽ മൈനസ് വി സിയുടെയും റിസൾട്ടൻ്റ് ആണ് ഒ ബി. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴുള്ള ഏറ്റവും അവസാനത്തെ EMFൻ്റെ ഫേസർ. അതായത് എല്ലാ EMFൻ്റെ ഫേസറുകളെയും ഞാനൊന്ന് അനലൈസ് ചെയ്ത് അതിനേക്കൊന്ന് ക്രോഡീകരിച്ച് ഏറ്റവും അവസാനം ഞാനൊരു റിസൾട്ടൻ്റ് EMF കണ്ടെത്തി. അതാണ് ഒ ബി. അത് തന്നെയായിരിക്കും നമ്മളിവിടെ അപ്ലൈ ചെയ്ത EMF E=E0 sin ωt. ഒ ബി എന്ന് പറയുന്നതാണ് റിസൾട്ടൻ്റ് EMFൻ്റെ ഫേസർ. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് E0 ആയിരിക്കും. ഇവിടെ ഒ ബി എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ഫേസറാണ്. EMFൻ്റെ റിസൾട്ടൻ്റ് ഫേസറാണ് ഒ ബി. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് E0 ആയിരിക്കും. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ടിൻ്റെ ഫേസർ എന്താണ്? ഒ ഡി. EMFൻ്റെ ഫേസർ ഏതാണ്? ഒ ബി. ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ഫൈ എന്ന് വിചാരിക്കുക. എനിക്ക് അവിടെ 90 ഡിഗ്രിയോ 45 ഡിഗ്രിയോ ഒന്നും നമ്മൾ തൽക്കാലത്തേക്ക് പറയുന്നില്ല. EMFും കറണ്ടും തമ്മിൽ ഒരു ഫേസ് ആംഗിൾ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ്. അത് ഫൈ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? E=E0 sin ωt. അതിൽ നിന്ന് 5 ഡിഗ്രി പുറകിലാണ് ആര് വരുന്നത്? കറണ്ട് വരുന്നത്. അത് ഈ ഒരു കേസിൽ മാത്രമാണ്. അത് മാറി മാറി വരും. LCR സർക്യൂട്ടിനെ നമുക്ക് പല രീതിയിലും പറയാൻ പറ്റും. അതിൽ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഫേസറുകൾ വരച്ചു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് EMF വരച്ചു കഴിയുമ്പോൾ അതിന് 5 ഡിഗ്രി താഴേക്കാണ് ആര് വരിക? കറണ്ട് വരിക. അങ്ങനെയെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ E=E0 sin ωt ആണ്. അതിൽ നിന്ന് 5 ഡിഗ്രി പുറകിലാണ് ആര് വരുന്നത്? കറണ്ട് ഓടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ കറണ്ടിനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് I=I0 sin ωt -5 എന്ന് എഴുതേണ്ടി വരും. അത് ഇക്വേഷൻ 5. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. എല്ലാ കേസിലും EMF ലീഡ് ചെയ്യുകയും കറണ്ട് ലാഗ് ചെയ്യുകയും ചെയ്യാൻ നിർബന്ധമില്ല. അങ്ങനെ ഉണ്ടാകണമെന്ന് യാതൊരു വിധത്തിലും നിർബന്ധമില്ല. ചില അവസരങ്ങളിൽ EMF ലീഡ് ചെയ്യും, ചില അവസരങ്ങളിൽ കറണ്ട് ലീഡ് ചെയ്യും, ചില അവസരങ്ങളിൽ EMFും കറൻറ്റും ഇൻ ഫേസും ആയിരിക്കും. ഇത് നമ്മളൊരു എക്സ്പ്ലനേഷന് വേണ്ടി മാത്രം എടുക്കുന്ന കോൺസെപ്റ്റുകളാണ്. ഈ ഒരു കേസിൽ മാത്രം ഇവിടെ EMF E=E0 sin ωt ആണെങ്കിൽ കറണ്ട് I=I0 sin ωt -5 ആയിരിക്കും. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ചെറിയൊരു കൺക്ലൂഷൻ കണ്ടെത്താൻ പറ്റും. ഫോർ എ സീരീസ് LCR സർക്യൂട്ട് വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് 5. ഈ ഒരു കേസിൽ മാത്രം 5 ഡിഗ്രി മുന്നിലാണ് ആര്? EMF. തിരിച്ചു പറയുകയാണെങ്കിൽ 5 ഡിഗ്രി പുറകിലാണ് കറണ്ട്. EMFനുള്ള ഇക്വേഷൻ E=E0 sin ωt ആണെങ്കിൽ കറണ്ടിനുള്ള ഇക്വേഷൻ I=I0 sin ωt -5 ആയിരിക്കും. ഒരു റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. ക്യാപിറ്റൽ R എന്ന് പറയുന്ന ഒരു സിമ്പൽ വെച്ചിട്ടാണ് റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഒരു ഇൻഡക്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. XL ആയിരുന്നു ഒരു ഇൻഡക്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ് ആ റെസിസ്റ്റൻസിനെ വിളിച്ചിരുന്നത്. ഇക്വേഷൻ XL = L⍵. ഒരു കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിന് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നാണ് വിളിച്ചിരുന്നത്. സിമ്പിൾ XC ആയിരുന്നു. X∗C. XC ആയിരുന്നു, which is equal to 1/Cω. ഇനി ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആരാണ്? ഒരു LCR സർക്യൂട്ടാണ്. ഒരു ഇൻഡക്ടറുണ്ട്, ഒരു കപ്പാസിറ്ററുണ്ട്, അതുപോലെ തന്നെ ഒരു റെസിസ്റ്ററുമുണ്ട്. ഈ ഒരു സീരീസ് LCR സർക്യൂട്ടിൽ കൂടി AC കടന്നു പോകുമ്പോൾ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ LCR സർക്യൂട്ട് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും.
അതിനെ നമ്മൾ ചുമ്മാ റെസിസ്റ്റൻസ് എന്നോ അതല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നോ ഒരു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. കാരണം 3 പേരുമുണ്ട് ഇവിടെ. റെസിസ്റ്ററുമുണ്ട്, കപ്പാസിറ്ററുമുണ്ട്, ഇൻഡക്ടറുമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു LCR സർക്യൂട്ട് സീരീസായിട്ട് ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു സീരീസ് LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇംപീഡൻസ്. എന്താണ് ഇംപീഡൻസ്, എന്താണ് ഇംപീഡൻസിനുള്ള ഇക്വേഷൻ, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ വരച്ച ഒരു ഫേസർ ഡയഗ്രം ഒരിക്കൽ കൂടി കൺസിഡർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് OAB എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. OAB. അതിൽ OA എന്ന് പറയുന്നത് VR ആണ്. O മുതൽ A വരെയുള്ളത് VR ആണ്. അതേപോലെ തന്നെ A മുതൽ B വരെയുള്ളത് അല്ലെങ്കിൽ O മുതൽ C വരെയുള്ളത് VL മൈനസ് VCയുമാണ്. ഇവിടെ OB എന്ന് പറയുന്നത് നമ്മുടെ അപ്ലൈ ചെയ്ത EMFൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്, അതായത് E0. ഒരിക്കൽ കൂടി പറയാം, ഈ ഒരു ഫേസർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് OAB എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടെത്താൻ സാധിക്കും. അതിൽ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നത് OB ആണ്, അതായത് E0. ബേസ് ആയിട്ട് വരുന്നത് OA ആണ്, അതായത് VR. ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ആയിട്ട് വരുന്നത് AB ആണ്, അല്ലെങ്കിൽ OC ആണ്, അത് VL മൈനസ് VCയുമാണ്. ഈ ഫേസർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ OB സ്ക്വയർ ഈക്വൽ ടു OA സ്ക്വയർ പ്ലസ് AB സ്ക്വയർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഫ്രം ദ ഫേസർ ഡയഗ്രാം OB സ്ക്വയർ ഈക്വൽ ടു OA സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ പൈതഗോറസ് തിയറം അനുസരിച്ച് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് OB ആണ്, OB സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ OA ആണ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ AB സ്ക്വയർ. വളരെ സുഖമായിട്ട് എഴുതാം. പൈതഗോറസ് തിയറം അനുസരിച്ച് OB സ്ക്വയർ ഈക്വൽ ടു OA സ്ക്വയർ പ്ലസ് AB സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നു. ഇനി ഓരോരുത്തർക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. OB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 ആണ്, E0 സ്ക്വയർ ഈക്വൽ ടു OA എന്തായിരുന്നു VR ആണ്, VR സ്ക്വയർ പ്ലസ് AB എന്താണ്, ഇതാണ് AB അല്ലെങ്കിൽ OC ആയിട്ട് പറയാം, VL മൈനസ് VC. അങ്ങനെയെങ്കിൽ AB സ്ക്വയർ ഇസ് ഈക്വൽ ടു VL മൈനസ് VC ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് E0 കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മൾ റൂട്ട് എടുക്കേണ്ടി വരും, സ്ക്വയർ റൂട്ട് എടുക്കേണ്ടി വരും. E0 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC ഹോൾ സ്ക്വയർ. ഇനി എന്തായിരുന്നു VR? I ഇൻറ്റു R. എന്തായിരുന്നു VL? I ഇൻറ്റു XL. മൈനസ് എന്തായിരുന്നു VC? I ഇൻറ്റു XC. വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. E0 ഇസ് ഈക്വൽ ടു VRന് പകരം IR, VLന് പകരം I ഇൻറ്റു XL, VCക്ക് പകരം I ഇൻറ്റു XC. സോ E0 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് IR ഹോൾ സ്ക്വയർ പ്ലസ് IXL മൈനസ് IXC ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്കൊരു I സ്ക്വയറിന് കിട്ടും, ഇവിടെ നിങ്ങൾക്കൊരു I സ്ക്വയറിന് കിട്ടും. I സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുക. E0 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I0നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് I സ്ക്വയർ ഇൻറ്റു R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ എന്ന് ലഭിക്കും. I സ്ക്വയറിന് രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുത്തു. അതിനുശേഷം I സ്ക്വയറിനെ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുക. I സ്ക്വയറിനെ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് I ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ E0 ഇസ് ഈക്വൽ ടു I ഇൻറ്റു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. ഇവിടെ ഞാൻ ചെയ്തത് I സ്ക്വയറിനെ പുറത്തെടുത്തു, അപ്പോൾ റൂട്ട് ഓഫ് I സ്ക്വയർ ഇൻറ്റു R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു വന്നു. അതിനുശേഷം റൂട്ടിൻ്റെ പുറത്തേക്ക് I സ്ക്വയറിനെ എടുത്തു, അപ്പോൾ അത് I ആയിട്ട് മാറി. E0 ഇസ് ഈക്വൽ ടു I ഇൻറ്റു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? Iനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയെങ്കിൽ E0 ബൈ I ഇസ് ഈക്വൽ ടു, ഇനി അവിടെ റൂട്ട് മാത്രമേ ഉള്ളൂ, റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. എന്താണ് ലെഫ്റ്റ് സൈഡ് ഉദ്ദേശിക്കുന്നത്? E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത EMFൻ്റെ മാക്സിമം വാല്യൂ ആണ്, അതായത് അപ്ലൈഡ് EMF. മാക്സിമം തന്നെയാണെന്ന് വിചാരിക്കുക, അപ്ലൈഡ് EMF ഡിവൈഡഡ് ബൈ കറണ്ട്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 ആളുകളിൽ കൂടിയും, Lൽ കൂടിയും Cയിൽ കൂടിയും Rൽ കൂടിയും പോകുന്ന കറണ്ടാണ്, അത് കോമൺ ആണ്. അപ്പോൾ EMF ഡിവൈഡഡ് ബൈ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ? അത് റെസിസ്റ്റൻസ് ആണ്. E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത EMFൻ്റെ മാക്സിമം വാല്യൂ. എവിടെയാണ് അപ്ലൈ ചെയ്തത്? LCR സർക്യൂട്ടിൽ. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതേ സർക്യൂട്ടിൽ കൂടി കടന്നു പോകുന്ന കറണ്ടാണ്.
അപ്പോൾ ആ സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്ത EMF ഡിവൈഡഡ് ബൈ അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കറണ്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടിയ കറണ്ട് അത് ആ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ്. നമുക്കതിനെ ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. E0/I is equal to Z. Z is equal to root of R square plus XL minus XC whole square. ഈ ഇസഡിനെ വിളിക്കുന്ന പേരാണ് ഇംപീഡൻസ്. അതായത് ഒരു LCR സർക്യൂട്ടിൽ കൂടി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടന്നു പോകുമ്പോൾ ആ കറണ്ടിന് എതിരായി LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇംപീഡൻസ്. ഒരു റെസിസ്റ്ററിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ R. ഒരു ഇൻഡക്ടറിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റും, XL. ഒരു കപ്പാസിറ്ററിനും റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റും, XC. ഇനി ഇവർ 3 പേരെയും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു LCR സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ LCR സർക്യൂട്ടിനും ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റും. അതാണ് ഇംപീഡൻസ്. Z is equal to ഇംപീഡൻസ്. ഇനി റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ എന്താണ്? ക്യാപിറ്റൽ R is equal to V/I എന്ന് എഴുതാം. സാധാരണ ഓംസിൽ അനുസരിച്ച് V/I. ഒരു ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് XL is equal to L omega. ഒരു കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് XC is equal to 1/C omega. ഒരു LCR സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇംപീഡൻസ് Z is equal to root of R square plus XL minus XC whole square. ഇതാണ് ഒരു സീരീസ് LCR സർക്യൂട്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടന്നു പോകുമ്പോൾ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്.